أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1101 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 5 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ومن ابتغى وراء ذلك فأولئك هم العادون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 5 മുതൽ 7 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിൽ അവതരിച്ച വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂൻ 118 ആയത്തുകളാണ് ഇതിലുള്ളത്. ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് സത്യവിശ്വാസികളുടെ ശ്രദ്ധേയമായ ചില സവിശേഷതകളായിട്ട് അള്ളാഹു ചില കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. ആ കാര്യങ്ങൾ കൃത്യതയോടുകൂടി പാലിക്കുന്നവർ വിജയം വരിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിന്റെ അവതരണത്തിനെ തുടർന്നുള്ള സന്ദർഭത്തിൽ വ്യക്തമാക്കുകയുണ്ടായതാണ്. ഈ സൂറത്തിന്റെ ആദ്യത്തെ ആയത്തിൽ തന്നെ പറയുന്ന കാര്യവും അത് തന്നെയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയം വരിച്ചിരിക്കുന്നു എന്നാണ്. വിജയം വരിച്ച സത്യവിശ്വാസികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നതാണ് തുടർന്ന് 8-9 ആയത്തുകളിലായിട്ട് വ്യക്തമാക്കപ്പെടുന്നത്. ഇതിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ഇതിനകം മനസ്സിലാക്കിയുണ്ടായി. അവര് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഖുശൂ കാണിക്കുന്നവരാണ്. ലഗ്വ്, കെടുകാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് അവര് ശ്രദ്ധ തിരിക്കുന്നവരാണ്. സക്കാത്തിനെ സക്രിയമായി നടപ്പിലാക്കുന്ന ആളുകളാണ് എന്നൊക്കെയാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് അവരെ കുറിച്ചുള്ള വിവരണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ഭാഗം നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, സത്യവിശ്വാസികളുടെ മറ്റൊരു സവിശേഷതയായിട്ട് അള്ളാഹു എടുത്തു പറയുകയാണ്. വല്ലദീനഹും, അവർ ഇങ്ങനെ ഒരു പ്രത്യേകത കൂടിയുള്ളവരാണ്. ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ഗുഹ്യതകളെ സൂക്ഷിക്കുന്നവരാണ് അവര്. ഫുറൂജ് എന്ന് പറഞ്ഞാൽ ലൈംഗികാവയവങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഫർജ് എന്നതിന്റെ ബഹുവചനാണ് ഫുറൂജ്. തങ്ങളുടെ ഫർജിന്റെ കാര്യത്തിൽ, ഫുറൂജിന്റെ കാര്യത്തിൽ സൂക്ഷ്മത കാണിക്കുന്നവരാണ് അവർ.
എന്നാണ് ഇവിടെ പറയുന്നത്. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനും. തങ്ങളുടെ പത്നിമാരുടെ കാര്യത്തിലും അതുപോലെ തങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയിട്ടുള്ള തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ത്രീകളുടെ കാര്യത്തിലും ഒഴികെ. ഫൈനഹും ഗൈറു മലൂമീൻ. അക്കാര്യത്തിൽ തീർച്ചയായിട്ടും അവര് ആക്ഷേപം അർഹിക്കുന്നവരല്ല. ഫമനിബ്തഗ വറാഅ ദാലിക. ആരെങ്കിലും ഈ പറഞ്ഞ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് ആഗ്രഹങ്ങളുള്ളവരായി മാറുന്നുവെങ്കിൽ, അതിനപ്പുറത്തേക്ക് ആരെങ്കിലും മോഹിക്കുന്നുവെങ്കിൽ ഫഉലൈക ഹുമുൽ ആദൂൻ. അവര് തന്നെയാണ് അക്രമികൾ. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ച ഈ പരിധിക്കപ്പുറത്തേക്കുള്ളത് ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ അക്രമകാരികളാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. വളരെയേറെ വിശദീകരണ സാധ്യതയുള്ള മുഫസ്സിറുകൾ വളരെയേറെ വിശദീകരണ കുറിപ്പുകൾ എഴുതിയിട്ടുള്ള ആയത്തുകളാണ് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ഈ 3 ആയത്തുകൾ. സംശയമില്ലാത്തൊരു കാര്യം, ഇസ്ലാം വളരെ ഉന്നതമായ, വളരെ കണിശമായ ലൈംഗിക സദാചാരം പഠിപ്പിക്കുന്നു എന്നതാണ്. സദാചാരം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരുതരം ചതുർത്ഥി അനുഭവപ്പെടുന്ന ആളുകളാണ് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടൊക്കെ കൂടുതലായിട്ടും കാണാൻ കഴിയും. സദാചാരം എന്ന് പറഞ്ഞാൽ സദ് ആചാരം എന്നതാണ്. നല്ല ആചാരം, നല്ല ശീലങ്ങൾ, നല്ല സ്വഭാവ ഗുണങ്ങൾ, ഇതൊക്കെയാണ് സദാചാരം എന്ന് പറയുന്നത്. ആദ്യത്തെ വാക്ക് തന്നെ നല്ലത് എന്നതാണ്. അറബി ഭാഷയിൽ മഅറൂഫ് എന്നാണ് അതിന് കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ള വാക്ക്. മഅറൂഫ് എന്ന് പറയുന്നത് എല്ലാവരുടെയും അംഗീകാരമുള്ള, അറിയപ്പെടുന്ന കാര്യങ്ങൾ എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് പ്രയോഗത്തിൽ വരുന്നത്. അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ്. അതിന്റെ മറ്റൊരു രൂപമാണ് മഅറൂഫ്, അറിയപ്പെടുന്നത്. അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നന്മയായിട്ട്, നല്ലതായിട്ട് അറിയപ്പെടുന്നത്. അപ്പോ എല്ലാ മൂല്യങ്ങളും, എല്ലാ നന്മയും, എല്ലാ സദാചാരവും അതൊക്കെ ദൈവികമാണ്, പ്രവാചകന്മാരും മുഖേന പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നതാണ് വസ്തുത. സദാചാരങ്ങൾ പലതും വികലമാക്കപ്പെട്ട് കാണും, പലതും അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള വിധത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളെ തകർക്കുന്ന, പരാജയപ്പെടുത്തുന്ന വിധത്തിലൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ടാകാം സമൂഹം. അതിൽപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതുണ്ട്. അപ്പൊ പൊതുവായിട്ട് സമൂഹത്തിന്റെ അംഗീകാരമുള്ള, പൊതുവെ മഅറൂഫായ, അറിയപ്പെടുന്ന കാര്യങ്ങളാണ് സദാചാരം എന്നത്. ഈ അറിയപ്പെടുന്ന നന്മകളായിട്ട് നമ്മൾ കാണുന്ന സംഗതികൾക്കൊക്കെ തന്നെ അതിന്റെ വേരുകളിലേക്ക്, അതിന്റെ പ്രഭവ കേന്ദ്രങ്ങളിലേക്ക് പോയാൽ അത് ദൈവികമാണ്, പ്രവാചകന്മാർ മുഖേന പഠിപ്പിക്കപ്പെട്ടതാണ് എന്ന് കാണാൻ കഴിയും. ചിലതൊക്കെ വികലമാക്കപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷെ അതിന്റെ തുടക്കത്തിലേക്ക് ചെന്നാൽ നമുക്കത് ദൈവികമായി വെളിപ്പാടുകൾ മുഖേന, പ്രവാചകന്മാർ മുഖേന പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. അത് ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ട അവസ്ഥയിലാണ് ചിലയിടത്തൊക്കെ ഉള്ളത് എന്ന നിലയ്ക്ക് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ചില സദാചാരങ്ങൾ അള്ളാഹു പഠിപ്പിക്കുന്നത് ഈ 3 ആയത്തുകളിലായിട്ട് മനുഷ്യന്റെ ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ലൈംഗികതക്ക് ഒരു വ്യവസ്ഥയും വേണ്ട, അതിനൊരു നിയമവും ചിട്ടയും ഒന്നും ആവശ്യമില്ല. മൃഗങ്ങളൊക്കെ അങ്ങനെയുള്ള നിയമങ്ങളും ചിട്ടകളും ഒന്നും ഉണ്ടായിട്ടല്ലല്ലോ ജീവിക്കുന്നത്. പക്ഷികളും മൃഗങ്ങളും ഒക്കെ അങ്ങനെ യാതൊരു ലൈംഗിക സദാചാര വ്യവസ്ഥയും പാലിക്കാതെയല്ലേ ജീവിക്കുന്നത്. അതുപോലെ മതിയല്ലോ
മനുഷ്യന്റെ കാര്യത്തില് എന്നൊക്കെ പറയുന്ന നമ്മുടെ കാലഘട്ടത്തിലെ പലരെയും കാണാൻ കഴിയും. പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും പ്രായോഗിക തലത്തിൽ ചില ലൈംഗിക സദാചാരം വേണമെന്ന് ബോധ്യമുള്ളവരും അത് പ്രാക്ടീസ് ചെയ്യുന്നവരുമാണ്. പലപ്പോഴും സ്വകാര്യതകളിൽ അവരതിനെ ലംഘിക്കുകയോ അത്തരം അതിർവരമ്പുകളെ മറികടക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ സ്വന്തം ജീവിതത്തെ തകിടം മറിക്കുന്ന വിധത്തിലുള്ള സദാചാര ലംഘനം ആരുടെയെങ്കിലും ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അവര് നോക്കി നിൽക്കുകയില്ല. അതിനോടൊരു സഹിഷ്ണുതയോ സഹനമോ അവർ കാണിക്കില്ല. അവരതിൽ പ്രകോപിതരാവുകയും വളരെ വൈകാരികമായിട്ട് തന്നെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ലൈംഗിക ചോദനക്കുള്ള നിർവൃതി തേടുന്ന സംഗതികൾക്ക് അതിന് അള്ളാഹു ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് എന്നതാണ് മനുഷ്യ നാഗരികതയുടെ തുടക്കം മുതലുള്ള അവന്റെ ജീവിത പരിണാമങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ വ്യവസ്ഥയുടെ ഉറവിടം തേടി ചെന്നാൽ അത് ദൈവികമായ മാർഗദർശനമാണ് എന്നത് നമുക്ക് കണ്ടെത്താനും കഴിയും. അപ്പൊ ഇതില് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നത് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? നമ്മുടെ കാലഘട്ടത്തില് സെക്യുലർ ഭരണകൂടങ്ങൾ വളരെയേറെയുള്ള ഒരു കാലമാണല്ലോ. ദൈവേതരമായ നിയമവ്യവസ്ഥകളാണ് അത്തരം ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്നത്. നിയമനിർമ്മാണത്തിന് നിയമനിർമ്മാണ സഭകളാണ്. നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങള് തീരുമാനിക്കുന്നതാണ് നിയമങ്ങളായിട്ട് നാട്ടില് നടപ്പാക്കപ്പെടുന്നത്. യൂറോപ്പിലെ പല രാജ്യങ്ങളും നമ്മുടെ രാജ്യമൊക്കെ അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്. വലിയ അളവോളം അതില് ഒരു മനുഷ്യ സ്നേഹപരമായ ഒരു വികാരം കാണാൻ സാധിക്കുമെങ്കിലും മനുഷ്യന്റെ കേവല യുക്തിയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളാണ് നിയമങ്ങളായി മാറുന്നത് എന്നതുകൊണ്ട് തന്നെ മനുഷ്യബുദ്ധിയുടെയും മനുഷ്യയുക്തിയുടെയും പരിമിതികള് നിയമനിർമ്മാണത്തില് നിരന്തരം നമുക്ക് കാണാൻ സാധിക്കും. അത് പല ആളുകളുടെയും അവകാശങ്ങളെയും ചോദനകളെയും ലംഘിക്കുന്നതും അല്ലെങ്കിൽ നിഷേധിക്കുന്നതും ഒക്കെ ആയിട്ടാണ് അത് നമുക്ക് കാണാൻ സാധിക്കും. വിവാഹപ്രായത്തിന്റെ കാര്യത്തിലായാലും വിവാഹത്തിനുള്ള പ്രക്രിയ, അതിന് ബന്ധം വേർപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി വിഷയങ്ങളിൽ അങ്ങനെ ദൈവിക മാർഗദർശനം ഉൾക്കൊള്ളാത്ത വിധത്തിലുള്ള നിയമനിർമ്മാണം നടത്തുന്ന സെക്യുലർ രാജ്യങ്ങൾ ധാരാളം ഇന്ന് ലോകത്ത് ഉണ്ട്. അവരൊന്നും തന്നെ നിയമം നിർമ്മിക്കുന്നത് അള്ളാഹുവിന്റെയോ അവന്റെ ദൂതന്മാരുടെയോ പ്രവാചക പരമ്പരയിലുള്ള എന്തെങ്കിലും ഒരു മാർഗദർശനം സ്വീകരിച്ചുകൊണ്ടൊന്നുമല്ല. അത് അവരുടെ ഒരു യുക്തി അല്ലെങ്കിൽ താല്പര്യം, അതല്ലെങ്കിൽ ചില സ്വാർത്ഥതകൾ, ഇതൊക്കെയാണ് നിയമനിർമ്മാണത്തില് എല്ലായ്പ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് തന്നെ സമീപകാലത്ത് ചില അധികാരത്തില് നിലകൊള്ളുന്ന ചില വിഭാഗങ്ങൾ നിർമ്മിച്ച ചില നിയമങ്ങൾ പരിശോധിച്ചാൽ ഏതോ ചില സമൂഹങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷവും കാണിക്കാനും അവരെ പരമാവധി പ്രയാസപ്പെടുത്താനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് വളരെ ഇന്റൻഷണൽ ആയിട്ട് നിർമ്മിച്ച നിയമങ്ങളാണ് എന്ന് കാണാൻ കഴിയും. അപ്പൊ അത്തരം നിയമങ്ങളില് ഗുണകാംക്ഷ എന്നൊരു എലിമെന്റ് പോലും കാണാൻ സാധ്യമല്ല. അവരൊന്ന് പ്രയാസപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ നിർമ്മിക്കപ്പെട്ട നിയമങ്ങളും കാണാൻ കഴിയും. മനുഷ്യന്റെ നിയമനിർമ്മാണ പ്രക്രിയയില് പലപ്പോഴും അത് നിയമം നിർമ്മിക്കുന്നവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതും
സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ വിവിധ വിഭാഗങ്ങൾക്ക് ശരിയായ വിധത്തിലുള്ള നീതി ലഭിക്കാതെ പോകുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ദൈവിക നിയമങ്ങള് അങ്ങനെയല്ല. ആണായാലും പെണ്ണായാലും അവരുടെ ദൈവികമായി നൽകപ്പെട്ട പ്രകൃതത്തെ പരിഗണിച്ചുകൊണ്ടും ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടും അവരുടെ ജീവിതത്തിന്റെ നൈർമല്യം ലക്ഷ്യമിട്ടുകൊണ്ടുമൊക്കെയുള്ള നിയമനിർമ്മാണങ്ങളാണ് ദൈവിക ഗ്രന്ഥത്തിലും പ്രവാചകന്മാരുടെ അധ്യാപനത്തിലും കാണപ്പെടുന്നത്. അങ്ങനെയുള്ള സംഗതികളാണ്. അപ്പൊ ഇവിടെ അള്ളാഹു സത്യവിശ്വാസികളുടെ സവിശേഷതകളായിട്ട് വിവരിക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തില് പ്രാധാന്യപൂർവം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിലൂൻ, അവർ അവരുടെ ഗുഹ്യതകളുടെ കാര്യത്തില് സൂക്ഷ്മതയുള്ളവരായിരിക്കും എന്നതാണ്. ഫുറൂജ് എന്നത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ലൈംഗികാവയവങ്ങളാണ്. എങ്ങനെയാണ് ലൈംഗികാവയവങ്ങളുടെ കാര്യത്തിൽ സൂക്ഷ്മതയുള്ളവരാവുക? ഹാഫിലുകളാവുക, സംരക്ഷിക്കുന്നവര്, സൂക്ഷിക്കുന്നവര് എന്നൊക്കെയാണ്. കാത്തു സംരക്ഷിക്കുന്നവർ, അതുപോലെ അതിന് വേണ്ട കരുതൽ കാണിക്കുന്നവർ എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. രണ്ടു നിലക്കാണ് അത് മനസ്സിലാക്കപ്പെടുന്നത്. ഒന്ന്, ലൈംഗിക അവയവങ്ങൾ ആയ അവരുടെ ഗുഹ്യതകളെ അവര് വെളിപ്പെടുത്തുകയില്ല, അവയെ മറച്ച് അവയെ സ്വകാര്യതയായി തന്നെ അവർ കൊണ്ടു നടക്കും. അത് പരസ്യമായി എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന ഒരു ശീലം അവർക്കുണ്ടാവുകയില്ല. വസ്ത്രധാരണത്തില് അവർ കണിശമായ മര്യാദ പാലിക്കും എന്നതാണ് ഒരു തലത്തിൽ, ഒരു ആംഗിളില് ആ പദങ്ങൾ സൂചിപ്പിക്കുന്ന അർത്ഥം. മറ്റൊന്ന്, അവരുടെ ഇണചേരൽ ബന്ധത്തില് അല്ലെങ്കിൽ അവരുടെ ലൈംഗിക ആസക്തിയുടെ പൂർത്തീകരണത്തില് അവര് ദൈവികമായ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ശ്രദ്ധയുള്ളവരായിരിക്കും എന്നതാണ്. അപ്പൊ അവര് രണ്ടു നിലക്കും, വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലായാലും അതുപോലെ ലൈംഗികാവയവങ്ങളെ ലൈംഗിക ആസക്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിലായാലും, രണ്ട് കാര്യത്തിലും അവര് വളരെ ശ്രദ്ധയും കരുതലും ഉള്ളവരായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇസ്ലാം ഒരിക്കലും തന്നെ മനുഷ്യന്റെ ലൈംഗികതയെ അടിച്ചമർത്തുന്നില്ല. ലൈംഗികത എന്നത്, ലൈംഗിക ചോദന എന്നത് സ്വമേധയാ ഒരു അധമമായ കാര്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നേ ഇല്ല. അതിന് ചില നിയന്ത്രണങ്ങളും വ്യവസ്ഥയും ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നത് മാത്രമാണ് അതിലുള്ളത്. ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ഔന്നത്യവും നന്മയും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഇസ്ലാമിന്റെ ഇത് സംബന്ധമായ നിലപാട്. ലൈംഗികത അധമമാണ്, അത് ഹീനമാണ്, അത് വൃത്തികേടാണ് എന്നൊക്കെയുള്ള വിധത്തില് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മത സമൂഹങ്ങളും അത്തരം ശീലങ്ങള് അനിവാര്യമാക്കി തീർക്കുന്ന സമ്പ്രദായങ്ങളും പല സമൂഹങ്ങളിലും ഉണ്ട്. സന്യാസം ഉദാഹരണത്തിന്, അതുപോലെ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്ന ഈ പൗരോഹിത്യം, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കരുടെ ഇടയിലും മറ്റൊക്കെയുള്ള ആ പൗരോഹിത്യ ശീലങ്ങള്, അതുപോലെ കന്യാസ്ത്രീകളുടെ കാര്യത്തിലുള്ള അവരുടെ നടപ്പിലാക്കുന്ന നിയമങ്ങള്, ഇതൊക്കെ തന്നെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദനകളെ പൂർണ്ണമായിട്ട് അടിച്ചമർത്തുന്ന, മനുഷ്യ ജീവിതത്തിന്റെ ഭൗതികമായ മനുഷ്യന്റെ സർവൈവലിന്റെ ഭാഗമായിട്ടുള്ള ചില സായുജ്യമടയല്, ചില തൃപ്തിപ്പെടല് മനുഷ്യന് ആവശ്യമുണ്ട്. അവന്റെ വൈകാരികവും ശാരീരികവും ഒക്കെ ആയിട്ടുള്ള ചോദനകൾക്ക് സ്വാഭാവികമായ ഒരു എക്സ്പ്രഷൻ, സ്വാഭാവികമായ ഒരു പൂർത്തീകരണം ലഭിക്കേണ്ടതുണ്ട് എന്നത് മനുഷ്യപ്രകൃതത്തെ അറിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ അത്തരം സംഗതികളെ പൂർണ്ണമായിട്ട് അടച്ചിടുന്ന, അതിനെ നിഷേധിക്കുന്ന
അവയെ സപ്രസ് ചെയ്ത് നിർത്താൻ നിർബന്ധിക്കുന്ന വിധത്തിലുള്ള ചില ആചാരങ്ങൾ ചില മതസമൂഹങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇസ്ലാം അങ്ങനെ ലൈംഗികതയെ അടിച്ചമർത്തേണ്ട ഒരു സംഗതിയായിട്ട്, ഒരു അടിസ്ഥാനപരമായ തിന്മയായിട്ടല്ല കാണുന്നത്. അതിന്റെ വഴിവിട്ട പോക്ക് മാത്രമാണ് ഇസ്ലാം അത് തിന്മയായിട്ട് കാണുന്നത്. ഇസ്ലാം വലിയ തെറ്റായിട്ട് പഠിപ്പിക്കുന്നത് ലൈംഗികതയുടെ വഴിവിട്ട, നിയമങ്ങൾ പാലിക്കാത്ത, അതിർവരമ്പുകൾ പാലിക്കാത്ത പൂർത്തീകരണമാണ്. അതാണ് ഇസ്ലാം അനുവദിക്കാത്തത്, തെറ്റായി കാണുന്നത്. അപ്പൊ ഇതിൽ ആരാണ് ഇതിനു വേണ്ട പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ, അതിന് ആവശ്യമായ സദാചാരം ഒക്കെ പഠിപ്പിക്കേണ്ടത്, അതിനുള്ള വ്യവസ്ഥയും ചിട്ടയും ആരാണ് ഉണ്ടാക്കേണ്ടത്? ഭരണകൂടങ്ങളാണോ? ഭരണകൂടങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ലോകത്ത് നിലവിലുള്ള മിക്ക ഭരണകൂടങ്ങളും തന്നെയും നിയമനിർമ്മാണം നടത്തുന്നത്, അതില് നിയമം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഭരണ കൈയാളുന്ന ആളുകളുടെ കാര്യത്തിലുള്ള അവരുടെ പല സ്വാർത്ഥ താല്പര്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിപരവും യുക്തിപരവും ഒക്കെയായ പരിമിതികളുടെ സ്വാധീനം അവരുണ്ടാക്കുന്ന സകല നിയമങ്ങളിലും ഉണ്ട്. അതുകൊണ്ടാണ് ഈ നിയമങ്ങൾ നിരന്തരം അവർക്ക് തന്നെ മാറ്റേണ്ടി വരുന്നത്. നമ്മളൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് എത്ര തവണ നമ്മൾ അത് പരിഷ്കരിച്ചു. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിപരമായ ചിന്താപരമായ പരിമിതികള്, അവന്റെ പല സ്വാർത്ഥ താല്പര്യങ്ങള്, ഇതൊക്കെ നിയമനിർമ്മാണത്തിൽ സ്വാധീനിക്കുന്നു എന്നതുകൊണ്ടാണ് അതിനത്തരം പരിമിതികൾ ഉണ്ടാവുന്നത്, പോരായികകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അത് നിരന്തരം തിരുത്തേണ്ടി വരുന്നത്. പക്ഷെ ദൈവിക നിയമങ്ങൾ അങ്ങനെയുള്ള സ്വാർത്ഥതകളാൽ ഭരിക്കപ്പെടുന്നതല്ല. ഗുണകാംക്ഷയോടുകൂടി മനുഷ്യന്റെ ഉള്ളും പുറവും അകവും പുറവും ഒക്കെ ശരിക്കും മനസ്സിലാക്കുന്ന, എല്ലാം അറിയുന്ന ഒരു റബ്ബിനാണ് മനുഷ്യന് വേണ്ടിയുള്ള നിയമം നിർമ്മിക്കുക എന്നത് സാധ്യമാവുക. അതേ നീതിപൂർവകമാവുകയുള്ളൂ, സത്യാധിഷ്ഠിതമാവുകയുള്ളൂ. ഇവിടെ അള്ളാഹു പറയുന്ന കാര്യം, തങ്ങളുടെ ഫുറൂജുകളുടെ കാര്യത്തില് ഹാഫിലുകളായിരിക്കും സത്യവിശ്വാസികൾ എന്നാണ്. തങ്ങളുടെ ലൈംഗിക അവയവങ്ങളുടെ കാര്യത്തിൽ വളരെ കരുതലും ശ്രദ്ധയും ഉള്ളവരായിരിക്കും അവർ. അത് എവിടെയെങ്കിലും അങ്ങ് എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ അങ്ങനെ തുറന്നിടുന്ന സ്വഭാവം ഉണ്ടാവില്ല. അതേപോലെ അവയെ ലൈംഗിക ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് അവരെ സംബന്ധിച്ചിടത്തോളം ചില നിയമങ്ങളും വ്യവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോ ഇല്ലാ അല അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും, എന്നിട്ട് തുടർന്ന് പറയുന്നത് ഈ രണ്ട് വിഭാഗം ആളുകളുടെ കാര്യത്തിൽ ഒഴികെ അവരുടെ മുന്നില് അവര് ആ ലൈംഗിക അവയവങ്ങളുടെ ആ നിയന്ത്രണവും അതുപോലെ തന്നെ അവയെ കണിശമായ ഒരു ഡിസിപ്ലിനിൽ കൊണ്ടുവരുന്നതും അള്ളാഹു നിഷ്കർഷിക്കുന്നില്ല. അതിൽ രണ്ട് വിഭാഗം ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒന്ന് പത്നിമാരാണ്, ഭാര്യമാരാണ്. അവരുടെ ഭാര്യമാരുടെ അടുക്കല് അവര് രണ്ട് കാര്യങ്ങളിലും അവരുടെ നഗ്നത വെളിപ്പെട്ടു പോകുന്നത് ഒരു തെറ്റായിട്ട് ഇസ്ലാം കാണുന്നില്ല. രണ്ടാമത്തത്, അവരുടെ ലൈംഗിക അവയവങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ ഏത് വിധത്തിലാണോ നിയന്ത്രിച്ചു നിർത്തുന്നത്, അവയെ സൂക്ഷ്മതയോടുകൂടി അവയെ പ്രയോജനപ്പെടുത്തുന്നതിന് ചില സൂക്ഷ്മത പാലിക്കുന്നത്, അത് പത്നിമാരുടെ കാര്യത്തിൽ, പത്നിമാരുടെ മുന്നിൽ അവരുമായി ഇടപഴകിക്കൊണ്ടുള്ള ജീവിതത്തിൽ ഖുർആൻ നിർദ്ദേശിക്കുന്നില്ല. അവരെ എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ മാമലക്കത്ത് അയ്മാനുഹും, അവരുടെ വലത് കൈ ഉടമപ്പെടുത്തിയവരുടെ കാര്യത്തിലും അവരുടെ ഉടമസ്ഥതയിലുള്ള സ്ത്രീകളുടെ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന് നിക്കാഹ് ചെയ്ത ഭാര്യമാരാണ്, പത്നിമാരാണ്. രണ്ടാമത്തത് യുദ്ധ തടവുകാരോ മറ്റോ ആയിട്ട് ഒരാളുടെ ഉടമസ്ഥതയിൽ വന്നിട്ടുള്ള സ്ത്രീകളാണ്. അത് വേറെ രൂപത്തിലുള്ള ഇസ്ലാം അനുവദിച്ച ഹലാലായ ലൈംഗികതയുടെ ഒരു മാർഗമാണത്. അത് വിവാഹം സംബന്ധമായ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. അതേ അള്ളാഹു തന്നെ അനുവദനീയമാക്കിയിട്ടുള്ള മറ്റൊരു ബന്ധമാണ് ഈ
തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീകളുടെ അവരുമായുള്ള ലൈംഗികത എന്നത്. പക്ഷെ ഇതൊരിക്കലും തന്നെ ബലാത്സംഗം പോലെയുള്ള അടിച്ചേൽപ്പിക്കലുകൾ ആവുകയില്ല, ആവാൻ പാടില്ല. അത് ഇസ്ലാം അനുവദിക്കുന്നേയില്ല. അത് വിവാഹിതയായ സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ പോലും അങ്ങനെ അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗികത ഇസ്ലാം അനുവദിക്കുന്നില്ല. പരസ്പര താല്പര്യത്തോടുകൂടി പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഇണചേരൽ ബന്ധമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും. അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ലൈംഗികത വിവാഹ ബന്ധത്തിലകത്ത് തന്നെ നിഷിദ്ധമായ ഒരു സംഗതിയാണ് എന്നത് കാണാൻ സാധിക്കും. ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗം അവരുടെ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ത്രീകളുടെ കാര്യത്തിലുള്ള അവരുമായുള്ള ഇണചേരൽ, അത് വിവാഹം പോലെ തന്നെ വിവാഹത്തിന്റെ ഒരു പ്രക്രിയയുണ്ട്. ആ രീതിയിലാണ് വിവാഹത്തിലേക്ക് നമ്മൾ വരുന്നത്. വേറൊരു രീതിയിൽ അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയ ഒരു കാര്യമാണ് ഒരാളുടെ ഉടമസ്ഥതയിൽ വരുന്ന സ്ത്രീ എന്ന് പറയുന്നത്. അത് തെറ്റല്ലേ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകാം, അത് ആധുനിക കാലഘട്ടത്തിന് ചേരുന്നതല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകാം. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാകാം എന്നതുകൊണ്ട് തന്നെ അള്ളാഹു വെച്ച വ്യവസ്ഥ അത്തരം സന്ദർഭങ്ങളിൽ വേണ്ടി വരും. ലൈംഗികത എന്നത് ഉടമസ്ഥന്റെ മാത്രം ആവശ്യമല്ല. ലൈംഗിക ചോദന എന്നത് ഒരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ത്രീയുടെയും ആവശ്യമായിരിക്കും. അത്തരം ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടാതെ പോകുമ്പോൾ സമൂഹത്തിൽ വലിയ ദൂഷ്യങ്ങൾ ഉണ്ടാകാനും അരാജകത്വം ഉണ്ടാകാനും ഒക്കെ അത് കാരണമാകും. അതുകൊണ്ട് അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥ ആണ് ഈ ഒരു കാര്യം. ഇനി ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഇത്തരം അടിമ സ്ത്രീകളുടെ കാര്യത്തിൽ അവരെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്യാവുന്നതാണ്. അവിടെ നിക്കാഹ് ആവശ്യമാണ്. ഉടമസ്ഥതയിലുള്ള ഒരാളുടെ ഉടമസ്ഥതയിലുള്ള സ്ത്രീയെ അയാള് അവരെ സ്വതന്ത്രയാക്കാതെ തന്നെ, അവരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാതെ തന്നെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാവുന്നതാണ്. അതിനുള്ള നിയമം ഖുർആൻ നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അത്തരം വിശദാംശങ്ങളിലേക്ക് വരാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ രണ്ട് വിഭാഗങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് ഫൈനഹും ഗൈറു മലൂമീൻ, അവരുമായുള്ള ഇണചേരൽ ബന്ധം നടത്തുന്ന ആളുകൾ ആക്ഷേപാർഹരല്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അവരെ ആക്ഷേപിച്ചുകൂടാ, അതൊരു തെറ്റല്ല. വിവാഹബന്ധത്തിലുള്ള സ്ത്രീയുമായിട്ടോ ഒരു സ്വന്തം ഭാര്യയുമായിട്ടോ അതല്ലെങ്കിൽ സ്വന്തം ഉടമസ്ഥതയിലുള്ള അടിമ സ്ത്രീയുമായിട്ടോ ഇണചേരൽ ബന്ധത്തിൽ ഏർപ്പെടുന്നത് അള്ളാഹു ഒരു തെറ്റായിട്ട് കാണുന്നേയില്ല. അവരെ ആക്ഷേപിക്കേണ്ടതില്ല, അവരെ ആക്ഷേപം അർഹിക്കുന്നവരല്ല എന്നാണ് ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഫമൻ ഇബ്തഗാ വറാഅ ദാലിക, ഇതിനപ്പുറത്തേക്ക് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇതിനപ്പുറത്തേക്ക് ഈ രണ്ട് സാധ്യതകൾക്ക് അപ്പുറത്തുള്ള ലൈംഗിക പൂരണം ആരെങ്കിലും തേടുന്നുവെങ്കിൽ ഫഉലൈക ഹുമുൽ ആദൂൻ, അവര് അക്രമകാരികളാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അക്രമകാരികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു വെച്ച നിയമവ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് അവയെ കാറ്റിൽ പറത്തിക്കൊണ്ട് സമൂഹത്തില് ദൈവികമായി കരുപ്പിടിപ്പിക്കപ്പെട്ട മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അപ്പൊ ഈ രണ്ട് സാധ്യതകളാണ് മനുഷ്യന്റെ ലൈംഗിക ചോദനകൾക്കായിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. അപ്പോ വിജയിച്ച സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് ഇക്കാര്യത്തില് ലൈംഗിക കാര്യങ്ങളിൽ തങ്ങളുടെ ഗുഹ്യതകളുടെ കാര്യത്തിൽ സൂക്ഷ്മതയും കരുതലും ശ്രദ്ധയും ഒക്കെ ഉള്ളവരായിരിക്കും. എന്നാൽ അത് വിവാഹം കഴിച്ച സ്വന്തം പത്നിമാരുടെ കാര്യത്തിൽ, അതുപോലെ സ്വന്തം ഉടമസ്ഥതയിലുള്ള
അടിമ സ്ത്രീയുടെ കാര്യത്തിൽ അള്ളാഹു അനുശാസിക്കുന്നില്ല. അവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് ആക്ഷേപാർഹമാകുന്ന കാര്യമല്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിയുന്ന ചില നിയമവിധികളുണ്ട് മതപരമായിട്ടുള്ള. അപ്പൊ അതില് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി, 3-4 കാര്യങ്ങള് പ്രമുഖരായ മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, സദാചാരപരമായ ഹലാലായ ലൈംഗികത എന്ന് പറയുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ 2 സാധ്യതകളാണ്. എന്നാൽ ഈ എക്സംഷൻ കാണിച്ചുകൊണ്ട് പറയുന്ന ഈ വാചകം ഔമാ മലക്കത്ത് ഐമാനുഹും ഇല്ലാ അല അസ്വാജിഹിം ഔമാ മലക്കത്ത് ഐമാനുഹും എന്നതില് ഔമാ മലക്കത്ത് ഐമാനുഹും എന്നത് സ്ത്രീയുടെ കാര്യത്തിൽ ബാധകമല്ല എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് വരാം. 2 വിഭാഗത്തെ ഈ കാര്യത്തിൽ അവരുടെ ഗുഹ്യ അവയവങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്ന ആ നിർദ്ദേശത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ഒന്ന് പത്നിമാര്, രണ്ടാമത്തെ മാമലക്കത്ത് ഐമാനുഹും എന്നതാണ്. ഒന്നാമത്തത് വിവാഹത്തിലൂടെയാണ് സ്ഥാപിതമാവുന്നത്, രണ്ടാമത്തത് ഉടമസ്ഥതയിലൂടെയാണ് എന്നതും കാണാൻ കഴിയും. സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ത്രീയെ അവരുമായി ഇണചേരുന്നതിന് അവരെ നിക്കാഹ് ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു നിലപാട് ആധുനികരായ പണ്ഡിതന്മാര് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള നിരീക്ഷണമാണ്. കാരണം നിക്കാഹ് ചെയ്യുന്നതോടുകൂടി അവര് പത്നിമാരിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല, അവര് ഭാര്യമാര് തന്നെയാണ്. അപ്പൊ പ്രത്യേകം ആ കാര്യം പറയേണ്ട ആവശ്യം ഉയരുന്നില്ല. മാത്രമല്ല, സൂറത്തുൻ നിസാഇലെ 25-ാമത്തെ ആയത്തിൽ കാണാം, വമൻ ലം യസ്തതി മിൻകും ഖൗലൻ അൻ യൻകിഹൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്ത് ഫമിമ്മാ മലക്കത്ത് ഐമാനുക്കും മിൻ ഫതയാതികുമുൽ മുഅ്മിനാത്ത്. നിങ്ങൾക്ക് സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, സാമ്പത്തികമായി അതിന് ശേഷിയില്ല എങ്കിൽ നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയവരെ സ്വീകരിച്ചു കൊള്ളുക എന്നാണ് അവിടെ പറയുന്നത്. അവിടെ നിക്കാഹ് ചെയ്യല് ഒരു നിബന്ധനയായിട്ട് പറയുന്നില്ല. അതേ സമയത്ത് മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ത്രീയെ, ഒരു അടിമ സ്ത്രീയെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിവാഹം ചെയ്യാവുന്നതാണ് എന്ന് ഒരിടത്ത് പറയുന്നത് കാണാൻ കഴിയും. ഫാങ്കിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിന്ന, അവരുടെ ആരുടെ ഉടമസ്ഥതയിലാണോ ആ സ്ത്രീകൾ ഉള്ളത് അവരുടെ അനുവാദത്തോടു കൂടി നിങ്ങൾ അവരെ നിക്കാഹ് ചെയ്തു കൊള്ളുക. അങ്ങനെ നിക്കാഹ് ചെയ്യുമ്പോൾ ആതൂഹുന്ന ഉജൂറഹുന്ന, അവരുടെ വിവാഹത്തിന് നിങ്ങൾ അവർക്കുള്ള അജ്ർ നൽകണം എന്ന് പറഞ്ഞാൽ മഹർ നൽകണം. ബിൽ മഅറൂഫ്, ന്യായമായ നിലക്കുള്ള മഹർ അവർക്ക് നൽകിക്കൊണ്ടാണ് മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു അടിമ സ്ത്രീയെ വിവാഹം ചെയ്യേണ്ടത്. വിവാഹം ചെയ്യുകയാണെങ്കിൽ അത് പഴയ കാലത്ത് നിലനിന്നിരുന്ന ഒരു സാഹചര്യം, ഒരു സാമൂഹ്യ സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളാണത്. ഈ ആവശ്യങ്ങൾ ഇനിയും ഉണ്ടായിക്കൂടായികയൊന്നുമില്ല. അത് ഇല്ലാതാവുക എന്നുള്ളത് തന്നെയാണ്, അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതെയാവുക എന്നത് തന്നെയാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്ന കാര്യം. അതേസമയത്ത് ഈ അടിമ സംവിധാനം ഇല്ലാതാവുക എന്നതിന് വേണ്ട എല്ലാ നിയമനിർമ്മാണവും അതുപോലെ ചുവടുവെപ്പുകളും ഇസ്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ത്രീ, നമ്മൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അതോടുകൂടി ആ സ്ത്രീ സ്വതന്ത്രയാവുന്നുണ്ട്. ആ ജനിക്കുന്ന കുഞ്ഞ് അടിമയായിട്ടല്ല. അപ്പൊ ഇത് സംബന്ധമായി
ധാരാളം ഇസ്ലാമിന്റെ മാർഗദർശനങ്ങള് അടിമത്തം എന്ന സംഗതി അവസാനിപ്പിക്കുന്നതിന് വേണ്ട ചുവടുവെപ്പുകളായിട്ട് ഇസ്ലാം നടപ്പിലാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരു നിർദ്ദേശം ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഈ ഇല്ലാ അല അസ്വാജിഹിം ഔമാ മലക്കത്ത് ഐമാനുഹും എന്ന ഈ ആയത്തിന്റെ ഒരു നേരത്തെ പറഞ്ഞ ഒരു സംഗതിയിൽ നിന്നുള്ള ഒരു എക്സംഷൻ ആയിട്ട് വേർതിരിച്ചുകൊണ്ടുള്ള ഒരു വാചകം, അത് പുരുഷന്മാരുടെ കാര്യത്തിൽ മാത്രമാണ് ആ നിർദ്ദേശം ഉള്ളത്. ഒരു സ്ത്രീയുടെ ഉടമസ്ഥതയിൽ ഒരു അടിമയായ ഒരു പുരുഷനുണ്ടെങ്കിൽ ആ അടിമയായ പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധം സ്ഥാപിക്കാവുന്ന ഒരു അനുമതി ഇസ്ലാം നൽകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് അങ്ങനെ ഒരു സ്ത്രീ ഒരു തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാര് ഏകസ്വരത്തില് അത് വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളെ തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോയതാണ് എന്ന നിലക്ക് വിധി കൽപ്പിക്കുകയുണ്ടായത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ ഇതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള സാധ്യതകള് ലൈംഗിക പൂർത്തീകരണത്തിന് തേടുന്നത് ആരെങ്കിലും തേടുന്നുവെങ്കിൽ അവര് അക്രമകാരികളാണ് എന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് അതിന്റെ വരുതിയിൽ വരിക എന്നതും മനസ്സിലാക്കേണ്ട പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. വ്യഭിചാരവും സ്വവർഗരതിയും മൃഗസംഭോഗവും പോലെ എല്ലാ ലൈംഗികമായ വൃത്തികേടുകളും ഇസ്ലാം വിലക്കുള്ളതാക്കി വെച്ചിരിക്കുകയാണ്. വലിയ പാപങ്ങളായിട്ടാണ് അവയെ ഇസ്ലാം വിവരിക്കുന്നത്. അതുപോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയിൽ വരുന്ന ഒരു വിഷയമാണ് സ്വയംഭോഗം എന്ന് പറയുന്ന സംഗതി. പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ ചില വീക്ഷണ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. പാപമാണ്, തെറ്റാണ് എന്ന് തന്നെയാണ് മിക്ക പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും അനിവാര്യമായ ഘട്ടങ്ങളിൽ പൊറുക്കപ്പെടുന്ന ഒരു സംഗതിയായിട്ടൊക്കെയാണ് പണ്ഡിതന്മാരായി ചൂണ്ടിക്കാണിക്കുന്നത്. ഈ യഥാർത്ഥ പൂർത്തീകരണം, ലൈംഗികതയുടെ ശരിയായ പൂർത്തീകരണത്തിനുള്ള മാർഗങ്ങൾ ഇവിടെ കാണിച്ചു തന്നതിന് ശേഷം, പറഞ്ഞതിന് ശേഷം അതിനപ്പുറത്തേക്ക് ഉള്ളത് തേടുന്നത് എന്ന വിഭാഗത്തിൽ അതൊക്കെയും പെടും എന്നാണ് മിക്ക പണ്ഡിതന്മാരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ വ്യഭിചാരം, സ്വവർഗരതി, മൃഗസംഭോഗം ഒന്നും പോലെയുള്ള വലിയ മഹാപാപങ്ങളിൽ പെട്ടതല്ല എന്നതാണ് അവരുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിശദാംശങ്ങൾ കൂടി ഒരുപക്ഷെ ആവശ്യമായിട്ട് വരും. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിച്ച ഒരു സംഗതി, ഇത് മുത്അ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. താൽക്കാലിക വിവാഹം എന്ന് പറയാവുന്ന ഒരു പ്രതിഭാസം. ഇൻഷാ അല്ലാഹ് ഇത്തരം വിശദീകരണങ്ങളിൽ അടുത്ത ദിവസത്തെ സെഷനിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. മുഴുവനായിട്ടും പറഞ്ഞു തീർക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.